ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പരീക്ഷാ ക്രമക്കേടിന് ശക്തമായ ശിക്ഷ ഉറപ്പാക്കുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ബില്ലിനും അംഗീകാരം. രാജ്യത്ത് വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം ഉറപ്പാക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിലെ സ്ഥിതിഗതികൾ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ കാര്യസമിതി വിലയിരുത്തി. PM ശ്രീ കരാറിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 5 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. അണ്ടർ 17 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ നികിത സെഹ്റാവത്തിന് വെള്ളി. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കി. രാജ്യസഭ ഇന്നലെ ചർച്ച ചെയ്ത് പാസാക്കിയ ബില്ലിന് ബുധനാഴ്ച ലോക്സഭയും അംഗീകാരം നൽകിയിരുന്നു. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. വിശദാംശങ്ങളിലേക്ക്. 10 വർഷം വരെ തടവ്, 10 കോടി രൂപ വരെ പിഴ, കുറ്റക്കാരുടെ സ്വത്ത് കണ്ടുകെട്ടൽ തുടങ്ങിയ കർശനമായ വ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരീക്ഷാ ക്രമക്കേട് കേസുകൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും. 2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. ഇത്തരം കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക അതിവേഗ കോടതികളും പ്രത്യേക പ്രോസിക്യൂട്ടർമാരെയും നിയോഗിക്കും. 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി വിധി പ്രഖ്യാപിക്കണമെന്നാണ് വ്യവസ്ഥ. ക്രമക്കേടിൽ പങ്കാളികളാകുന്ന പരീക്ഷാ ഏജൻസികൾക്കും പരിശീലന കേന്ദ്രങ്ങൾക്കും 4 വർഷം വരെ വിലക്ക് ഏർപ്പെടുത്താനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം പരിഷ്കരിക്കുന്നതിനായി സർക്കാർ വലിയ ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. എന്നാൽ പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയാൻ നിർദ്ദിഷ്ട ഭേദഗതി ഫലപ്രദമാകില്ലെന്ന് ചർച്ചയിൽ പങ്കെടുത്ത രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്ത് വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം ഉറപ്പാക്കുന്നതിന് സർക്കാർ നിരന്തരം പ്രയത്നം നടത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസ പരീക്ഷാ സംവിധാനങ്ങളിൽ പരിഷ്കാരങ്ങൾ അനിവാര്യമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ വീഡിയോ സന്ദേശത്തിലൂടെ അറിയിച്ചു. दोनों सदनों ने कठोर प्रावधानों वाले इस बिल को पास कर दिया है. अब विश्वस्त परीक्षा पद्धति की दिशा में जाने में एक महत्वपूर्ण काम पूर्ण हुआ है. काम आगे भी चलता रहेगा. हम ऐसी परिस्थितियों को लंबे समय तक नहीं चलने देंगे. इस विश्वास के साथ साथियों, आइए हम सब मिल करके विकसित भारत के स्वप्न को पूर्ण करने के लिए कंधे से कंधा मिलाकर के चले. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. വന്ദേമാതരത്തെ അപമാനിക്കുന്നതിന് 3 വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കുന്ന വിധത്തിലാണ് 1971 നിയമത്തിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. ദേശീയ തലസ്ഥാനത്ത് നടന്ന നീറ്റ് UG പ്രതിഷേധ പ്രകടനങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ ഡൽഹി പോലീസ് പ്രതികൂല നടപടികൾ സ്വീകരിക്കില്ലെന്ന് ഡൽഹി സർക്കാർ. എന്നാൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കെതിരെ നടപടിയുണ്ടാകും. ഇത്തരം കേസുകളിൽ ഇതിനകം അറസ്റ്റോ കസ്റ്റഡിയിലെടുക്കലോ നടന്നിട്ടുണ്ടെങ്കിൽ അവ പുനഃപരിശോധിക്കുന്നതിനും അറസ്റ്റിലായവരെ വിട്ടയക്കുന്നതിനുമുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ ഭാവിയിൽ തുടർ നടപടികളില്ലാതെ വിഷയം അവസാനിപ്പിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലെ സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിക്കുന്നതിന് ഏകീകൃതവും ഏകോപിതവുമായ സംവിധാനം ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാഹചര്യം വിലയിരുത്തുന്നതിന് വിവിധ മന്ത്രാലയങ്ങളും വകുപ്പുകളും സ്വീകരിച്ച നടപടികൾ അവലോകനം ചെയ്യുന്നതിന് സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതിയുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. നാവികർക്കും അവരുടെ കുടുംബങ്ങൾക്കും കൃത്യസമയത്ത് വിവരങ്ങൾ, അടിയന്തര സഹായം, കൌൺസിലിംഗ് എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. പാകിസ്ഥാൻ അധിനിവേശ ജമ്മു കാശ്മീരിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിനിടെ സുരക്ഷാ സേനയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. പാകിസ്ഥാൻ സുരക്ഷാ സേനയുടെ ആക്രമണങ്ങളിൽ 40-ലധികം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. റാവൽകോട്ടിലും മിർപൂരിലും ഒത്തുകൂടിയ വനിതാ പ്രക്ഷോഭകർക്ക് നേരെ പാക് സുരക്ഷാ സേന വെടിയുതിർത്തു. ഛത്തീസ്ഗഡും ഒഡീഷയും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന മഹാനദി ജലതർക്കത്തിന് പരിഹാരം കാണുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രി CR പാട്ടീലിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ്, ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി, കേന്ദ്ര സഹമന്ത്രി തോക്കൻ സാഹു, മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇരു സംസ്ഥാനങ്ങളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന പരിഹാരം ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1, ITR 2 പ്രകാരം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്കുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയുമടക്കം ഡിസംബർ 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. 3 സേനകളിലെയും വനിതകളെ ഉൾപ്പെടുത്തി ആദ്യമായി സംഘടിപ്പിച്ച സമുദ്ര പര്യടന നാവിക ദൌത്യം സമുദ്ര പ്രദക്ഷിണ വിജയകരമായി പൂർത്തിയാക്കിയ 9 ഉദ്യോഗസ്ഥരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ആദരിച്ചു. 4 സമുദ്രങ്ങളിലൂടെ 25,500 നോട്ടിക്കൽ മൈൽ ദൂരം കരസേനയുടെ ത്രിവേണി യാത്രാക്കപ്പലിൽ 314 ദിവസം കൊണ്ടാണ് സംഘം സഞ്ചരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. PM ശ്രീ വിഷയത്തിൽ കഴിഞ്ഞ സർക്കാർ ഏകപക്ഷീയമായി ഒപ്പുവെച്ച കരാർ സൃഷ്ടിച്ച പ്രതിസന്ധി പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി N. ശംസുദ്ദീൻ. സംസ്ഥാന സർക്കാരിന് കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ല. ഉപസമിതി അന്തിമ റിപ്പോർട്ട് ആയിട്ടില്ലെന്നും ഒരു തവണ കൂടി യോഗം ചേരുമെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. കർണാടക, തമിഴ്നാട്, കേരളം, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളുമായി ചേർന്ന് കാവേരി ജല മാനേജ്മെന്റ് അതോറിറ്റി ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. കാവേരി നദീതടത്തിലെ ജല കാലാവസ്ഥാ സാഹചര്യങ്ങളും അടുത്ത 15 ദിവസത്തേക്ക് ബിലിഗുണ്ടുലുവിൽ ലഭിക്കേണ്ട ജലത്തിന്റെ അളവും യോഗത്തിൽ ചർച്ച ചെയ്തു. ഈ മാസം 29 മുതൽ ബിലിഗുണ്ടുലുവിൽ പ്രതിദിനം 3500 ക്യൂസെക്സ് ജലം ലഭ്യമാക്കുന്നതിന് അതോറിറ്റി കർണാടകയ്ക്ക് നിർദ്ദേശം നൽകി. കേരളത്തിൽ ഞായറാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റു ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് കാസർഗോഡ്, വയനാട്, എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ വടകര, താമരശ്ശേരി താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴ മുന്നറിയിപ്പ് നൽകുന്ന ഓറഞ്ച് ജാഗ്രതയാണ്. ഓറഞ്ച് ജാഗ്രതയുള്ള 11 ജില്ലകളിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും അർദ്ധരാത്രി മുതൽ 5 മുതൽ 15 മില്ലിമീറ്റർ വരെ മഴ അനുഭവപ്പെടുന്നുണ്ട്. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നിരോധനം പിൻവലിക്കുന്നതിന്റെ ഭാഗമായി കൊല്ലം നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ബന്ധിച്ചിരിക്കുന്ന ചങ്ങല ഫിഷറീസ് അധികൃതർ അർദ്ധരാത്രി അഴിച്ചുമാറ്റും. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. പുരുഷന്മാരുടെ 110 കിലോഗ്രാം വിഭാഗം ഭാരോദ്വഹനത്തിൽ ഇന്ത്യൻ താരം ലവ്പ്രീത് സിംഗ് വെള്ളി മെഡൽ നേടി. വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ ഇന്ത്യയുടെ സീമ കാളിരാംന വെങ്കല മെഡൽ സ്വന്തമാക്കി. 3 സ്വർണം, 10 വെള്ളി, 4 വെങ്കലവുമായി ഇന്ത്യ 10ാം സ്ഥാനത്താണ്. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര, രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവർ ഫൈനലിൽ കടന്നു. അസർബൈജാനിലെ ബാക്കുവിൽ നടക്കുന്ന അണ്ടർ 17 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം നികിത സെഹ്റാവത്തിന് വെള്ളി മെഡൽ. വനിതകളുടെ 57 കിലോഗ്രാം വിഭാഗം ഫൈനലിൽ USA താരത്തോടാണ് നികിത പരാജയപ്പെട്ടത്. 49 കിലോഗ്രാം വിഭാഗത്തിലും 73 കിലോഗ്രാം വിഭാഗത്തിലും ഇന്ത്യൻ താരങ്ങൾ വെങ്കല മെഡൽ നേടി. പശ്ചിമേഷ്യൻ മേഖലയിലെ ജലപാതകളിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെ സുരക്ഷിതമാക്കുന്നതിനായി സൌദി അറേബ്യയും 13 രാജ്യങ്ങളും ചേർന്ന് സമുദ്ര പ്രതിരോധ സഖ്യം രൂപീകരിച്ചു. റിയാദിൽ വിവിധ രാജ്യങ്ങളിലെ സൈനിക ഉദ്യോഗസ്ഥർ നടത്തിയ യോഗത്തിന് പിന്നാലെയാണ് പ്രഖ്യാപനം. സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്തുക, സഞ്ചാര സ്വാതന്ത്ര്യം സംരക്ഷിക്കുക, അന്താരാഷ്ട്ര വ്യാപാര പാതകളും ഊർജ്ജ വിതരണ ശൃംഖലകളും സുരക്ഷിതമാക്കുക എന്നിവയാണ് സഖ്യത്തിന്റെ ലക്ഷ്യം. പശ്ചിമേഷ്യയിൽ സംഘർഷ സാഹചര്യം തുടരുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ മിസൈൽ ആക്രമണങ്ങൾ കടുപ്പിച്ചു. ഇറാന്റെ 5 മിസൈലുകളെ പ്രതിരോധിച്ചതായി ജോർദാൻ അറിയിച്ചു. കുവൈറ്റിൽ ഒരു ചൈനീസ് കമ്പനിയുടെ കെട്ടിടത്തിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘങ്ങൾക്ക് നേരെ സൌദി അറേബ്യയുമായി ചേർന്ന് അമേരിക്ക നടത്തിയ ആക്രമണങ്ങളിൽ ഇറാനിയൻ സൈനിക ഉപദേഷ്ടാക്കൾ ഉൾപ്പെടെ കൊല്ലപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ ക്രമക്കേടിന് ശക്തമായ ശിക്ഷ ഉറപ്പാക്കുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ബില്ലിനും അംഗീകാരം. രാജ്യത്ത് വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം ഉറപ്പാക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിലെ സ്ഥിതിഗതികൾ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ കാര്യസമിതി വിലയിരുത്തി. PM ശ്രീ കരാറിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 5 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്.
കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. അണ്ടർ 17 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ നികിത സെഹ്റാവത്തിന് വെള്ളി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.